ഗുഡ് മോർണിംഗ്. ഏപ്രിൽ മാസമാണ്, അതായത് ഏപ്രിൽ 2-ാം തീയതിയാണ്. വയനാട്ടിൽ മഞ്ഞുണ്ടോ? ഞാൻ നിങ്ങളെ മനോഹരമായൊരു കാഴ്ച കാണിച്ചു തരാം. മഞ്ഞിൻ്റെ ഒന്നല്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മനോഹരമായൊരു കാഴ്ച. അപ്പോൾ അത് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അപ്പം വീഡിയോ ഒന്ന് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റ് വീഡിയോസും കൂടെ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പം അധികം വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല മഞ്ഞാണ്, തണുപ്പുണ്ട് അത്യാവശ്യം. ഈ വീണ് കിടക്കുന്ന സാധനം കണ്ടിട്ട് എന്താണെന്ന് ആർക്കെങ്കിലും പിടികിട്ടിയോ? ഇത് നമ്മുടെ വീട്ടിലുള്ള ഒങ്ങുന്ന മരത്തിൻ്റെ പൂവാണ്. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മനോഹരമായൊരു കാഴ്ച കാണിച്ചു തരാമെന്ന്. എന്ത് ഭംഗിയാണെന്നറിയോ? ഈ ഒരു ലൈറ്റ് പിങ്ക് കളറും അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു തണ്ടുണ്ട്, അതിന് ലൈറ്റ് റെഡ് കളറുമാണ്. ഇതിങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ മുറ്റത്തെ. ഒരു മെത്ത പോലെ ഇങ്ങനെ കിടക്കും. നമ്മൾ ഒരു ദിവസമൊക്കെ അടിച്ചു വാരിയിട്ടില്ലെങ്കിൽ മെത്ത പോലെ ഇങ്ങനെ കിടക്കും. ശരിക്കും ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മഴ സമയത്ത് ആലിപ്പഴം വീട്ടിലെ ആ ഒരു ലുക്കൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ നിറയെ പൂമ്പാറ്റകളും കുറേ തേനീച്ചകൾ അങ്ങനെ എല്ലാം കൂടെ വന്നിട്ട് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതിങ്ങനെ ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം ഞങ്ങൾ കണ്ണൂരുണ്ടാകുന്ന സമയത്ത് അവിടെ ഒന്നും ഈ ഒരു ഒങ്ങ് എന്ന് പറഞ്ഞ മരമില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ മരം കാണുന്നത്. കണ്ടതല്ല, കൂടുതൽ ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് ആള് നിസാരക്കാരനല്ല, ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു മരമാണെന്ന് അറിയാൻ പറ്റിയത്. വീടിന് മുമ്പിൽ തന്നെ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ് ആശാൻ. നിങ്ങളെന്നെ ഒന്ന് നോക്കി, എന്ത് രസമാണെന്ന് നോക്കി. ഇങ്ങനെ ആ ഒരു ലൈറ്റ് പിങ്കും ഒരു വൈറ്റും എല്ലാം കൂടെ കൂടി കളറിൽ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണുമ്പോണ്ടല്ലോ, അതിലൂടെ ചെരുപ്പിടാതെ നടക്കാൻ ഭയങ്കര രസമാണ്. ഇതാട്ടോ അതിൻ്റെ പൂവ്. അപ്പോൾ താഴേക്കൊരു കൊമ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിനകത്ത് നിന്ന് എടുത്തതാണ്. ഒരുപാട് ടൈപ്പ് പൂമ്പാറ്റകൾ വരുന്നുണ്ട് കേട്ടോ, അതുപോലെ തേനീച്ചകൾ, പിന്നെ പലതരം വണ്ടുകൾ. ഇവരെല്ലാം കൂടെ വരുമ്പോഴേ നല്ലൊരു സൗണ്ടാണ്. ഇതാണ് ആ മരം. ഇപ്പം തന്നെ ഇല തന്നെ കാണാം, ഇങ്ങനെ നന്നായിട്ട് പൂത്ത് ഇങ്ങനെ നിൽക്കുന്ന കാണാം. ഇതിങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ വീഴുന്ന പോലെ ഇങ്ങനെ കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്, അമ്മയ്ക്ക് നല്ല പണിയാണ്, കാരണം അമ്മ അടിച്ചു വരാൻ വേണ്ടിയിട്ടേ. പക്ഷേ അതിങ്ങനെ ആ ഒരു ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോഴേ അതൊന്നും ഒരു ഇതായിട്ട് അമ്മയ്ക്കും തോന്നില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇത് എന്താണ് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു മരമെന്ന് പറഞ്ഞു. ഇതിൻ്റെ തോലൊക്കെ പല മെഡിസിനൽ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കായ, ഇത് പൂവെല്ലാം കഴിഞ്ഞ പിന്നെ ഒരു കാ പിടിക്കും. ആ കായൻ്റെ അകത്തൊരു പരിപ്പുണ്ട്, അത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കുന്നുണ്ട്. ആ പരിപ്പ് നമ്മുടെ മുറിവെണ്ണയൊക്കെ ഇല്ലേ, ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന മുറിവെണ്ണ ഉണ്ടാക്കാനും അതിനകത്ത് ചേർക്കും. അതുപോലെ നമ്മുടെ ജോയിൻറ്റ് പെയിൻസിനൊക്കെ ഇതൊരു തൈലമാക്കിയിട്ട്, അത് മുറിവെണ്ണയല്ല വേറൊരു തൈലം ഉണ്ടാക്കുന്നു. ആ തൈലം ജോയിൻറ്റ് പെയിൻസിനൊക്കെ അടിപൊളിയാണ്, അപ്പം അതിനും ഉപയോഗിക്കും. പിന്നെ ചില കീടനാശിനികൾ, അതായത് ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിലും ഉപയോഗിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ആളൊരു സർവകലാബല്ലഭനാണ് ഒങ്ങ്. പിന്നെ ഭയങ്കര തണുപ്പാണ് ഇതിൻ്റെ ചുവട്ടിൽ. മറ്റ് മരങ്ങളെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഭയങ്കര തണുപ്പാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ മുമ്പിലുണ്ടല്ലോ ഭയങ്കര കൂളിംഗ് എഫക്റ്റാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒങ്ങിൻ്റെ കായ. ഇത് ഞാൻ പുൽപ്പള്ളി ടൗണിൽ പോയപ്പം അവിടെ ഒരു അച്ഛൻ കർണാടകയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഇത് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ പോയി ചോദിച്ചു. അച്ഛനാണ് എന്നോട് ഈ ഒരു മെഡിസിനൽ ബെനിഫിറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അവർ വ്യാപകമായിട്ട് കർണാടകയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ കാര്യം എനിക്കറിയില്ല. എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഈ മരം ഒരിക്കലും മുറിച്ച് കളയാതിരിക്കുക. എന്തുകൊണ്ടും നമുക്ക് ഗുണമാണ്. പിന്നെ അത്രയും നല്ലൊരു ശുദ്ധവായു പ്രൊഡ്യൂസ് ചെയ്യുന്ന മരങ്ങളിലൊന്നാണ്. അപ്പം നമുക്കവിടെ വീടിന് മുമ്പിൽ തന്നെ ഇരിക്കുമ്പോൾ അടിപൊളിയാണ്. അപ്പം മരം ഒരു വരം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.